നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്തക്കലിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഹോം നഴ്സിന്റെ സഹായത്തോടെ 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം നഴ്സ് അടക്കം മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. പിടികൂടിയത് ഹോം നഴ്സായി ജോലി ചെയ്ത ഷൈനി, ഭർത്താവ് ചേട്ടൻ ബാവ എന്ന പി ദിലീപ്, സഹോദരൻ അനിയൻ ബാവ എന്ന പി ദിനേശ് എന്നിവരെ. പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട പെരിങ്ങത്തൂർ സ്വദേശി സവാദ് ഉൾപ്പെടെയുള്ള 7 പേരാണ് കേസിൽ പ്രതികൾ. പാനൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാനും BJP കൌൺസിലർമാരും തമ്മിൽ വാക്പോര്. പാനൂർ നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു BJP അംഗങ്ങളുടെ പ്രതിഷേധം. പരിയാരം ശ്രീസ്ഥയിൽ യുവതി 2 കുട്ടികളുമായി കിണറ്റിൽ ചാടി. 4ഉം 6ഉം വയസ്സുള്ള കുട്ടികളുമായാണ് യുവതി കിണറ്റിൽ ചാടിയത്. വാർത്തകൾ വിശദമായി. പന്തക്കലിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഹോം നഴ്സിന്റെ സഹായത്തോടെ 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം നഴ്സ് അടക്കം മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. ഹോം നഴ്സായി ജോലി ചെയ്ത ഷൈനി, ഭർത്താവ് പി ദിലീപ് എന്ന ചേട്ടൻ ബാവ എന്നിവരെയാണ് പിടികൂടിയത്. ഭർതൃ സഹോദരൻ അനിയൻ ബാവ എന്ന പി ദിനേശിനെ കഴിഞ്ഞ ദിവസം ആറളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മോഷണം നടന്നത്. മോഷണം നടന്ന് 3 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാനായത് പോലീസിന് നേട്ടവുമായി. പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സപ്രമയ ക്വാർട്ടേഴ്സിലെ താഴത്തെ നിലയിൽ താമസിക്കുന്ന രമ്യയുടെ വീട്ടിൽ സൂക്ഷിച്ച സ്വർണമാണ് കളവ് പോയത്. രമ്യ കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലെ നഴ്സാണ്. ഇവർ ആലപ്പുഴ സ്വദേശിനിയാണ്. ഇവർക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ പരിപാലിക്കാൻ ഹോം നഴ്സിനെ ആവശ്യമായി വന്നു. തലശ്ശേരി മിത്രം ഏജൻസിയെ സമീപിച്ച് ഹോം നഴ്സിനെ ഏർപ്പാടാക്കുകയായിരുന്നു. ആറളം സ്വദേശിനി ഷൈനിയാണ് ജോലിക്കായി രമ്യയുടെ വീട്ടിലെത്തിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷൈനിയുടെ പെരുമാറ്റം ഇഷ്ടമാകാത്തതിനാൽ വീണ്ടും ഏജൻസിയെ സമീപിച്ച് കുറച്ച് പ്രായം ചെന്ന ഹോം നഴ്സിനെ ഏർപ്പാടാക്കി തരുവാൻ ആവശ്യപ്പെട്ടു. രമ്യയുടെ ഭർത്താവ് ശിവകുമാർ കൊല്ലത്താണ് ജോലി ചെയ്യുന്നത്. 2 ചെറിയ കുട്ടികളുമായിട്ട് രമ്യ വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഇതിനിടെ ജോലിക്ക് വന്ന ഷൈനി ജോലി മതിയാക്കി ആറളത്തേക്ക് തിരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഷൈനി തന്ത്രപൂർവ്വം വീടിന്റെ താക്കോൽ കൈക്കലാക്കിയിരുന്നു. മറ്റൊരു താക്കോൽ കൂടി ഉള്ളതിനാൽ വീട്ടുകാർ അത്ര കാര്യമാക്കിയില്ല. ശനിയാഴ്ച ഇവർ ക്യാൻസർ സെന്ററിലേക്ക് കുട്ടികളെ അടുത്ത വീട്ടിലാക്കി ഡ്യൂട്ടിക്കായി പോയി. അന്ന് രാത്രിയാണ് മോഷണം നടന്നത്. ഹോം നഴ്സിന്റെ കൂട്ടാളികളായി പിടിയിലായ ദിനേശ് എന്ന അനിയൻ ബാവയും ചേട്ടൻ ബാവ എന്ന ദിലീപ് എന്നിവരും ഷൈനി നൽകിയ താക്കോൽ ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. കിടപ്പുമുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ച 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം വാതിൽ പൂട്ടി താക്കോൽ ജനവാതിലൂടെ അകത്തേക്കിട്ടെന്നും മാഹി CI അനിൽകുമാർ പറഞ്ഞു. பதிவு செய்த வழக்கு சம்பந்தமாக திருட்டு வழக்கு சம்பந்தமாக நேற்று தினேஷ் என்கிற அக்யூஸ்டே கைது செய்து சிறையில் அடைத்திருந்தேன். அதில் தொடர்ச்சியாக விசாரணை செய்யும் பொழுது தினேஷனுடைய அண்ணனும் அண்ணியும், தினேஷனுடைய அண்ணன் திலீப் மற்றும் அண்ணி ஷைனி என்பவரே கேரள மாநிலம் கொல்லம் மாவட்டத்தில் மீனம்பலம் என்கிற ஊரில் இருந்து சிறப்பு அதிரடிப்படை 29ஆம் தேதி அதிகாலை கைது செய்து 29ஆம் தேதி மாலை நேரத்தில் நிலையம் அழைத்து வந்து அவரிடம் விசாரிக்கையில் அவர் குற்றம் ஒப்புக்கொண்டதன் அடிப்படையில் அவரை கைது செய்து அவர்கள் 2 പേരുടെയും ഒപ്പുതൽ വാക്കുമൂലം பதிவு ചെയ്തത്. രമ്യയുടെ പരാതിയിൽ മാഹി പോലീസ് 3 സ്ക്വാഡായി ഹോം നഴ്സിനെ ചുറ്റിപ്പറ്റി അന്വേഷണം വ്യാപിപ്പിച്ചു. ആറളത്തെ അന്വേഷണത്തിൽ പ്രതികളിൽ ഒരാളായ ദിനേശിനെ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. മറ്റു പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് കൊല്ലം മീനമ്പലത്ത് വെച്ച് പ്രതികളായ പി ദിലീപ്, ഭാര്യ, ഹോം നഴ്സുമായി ഷൈനി എന്നിവരെ പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 4 മൊബൈൽ ഫോണുകൾ, 3 സ്മാർട്ട് വാച്ചുകൾ, 41 സൗദി റിയാലുകൾ, മോട്ടോർ സൈക്കിൾ എന്നിവ പിടിച്ചെടുത്തു. ചേട്ടൻ ബാവയ്ക്കെതിരെ ആറളം പോലീസ് സ്റ്റേഷനിൽ 9 കേസുകളുണ്ട്. അനിയൻ ബാവയുടെ പേരിൽ 16ഓളം കേസുകൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട്. അടിപിടി, മോഷണം എന്നീ കേസുകളാണ്. 2023 മുതൽ 24 വരെ കാപ്പ ചുമത്തി തൃശൂർ വിയൂർ ജയിലിൽ അടച്ചിരുന്നു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാറിന്റെ അന്വേഷണ സംഘത്തിൽ പള്ളൂർ SI VP സുരേഷ് ബാബു, ക്രൈം SI മാരായ B സുരേഷ്, സുരേന്ദ്രൻ, ASI മാരായ വിനീഷ്, ശ്രീജേഷ്, സുജിത്, വിനീത്,
രാജേഷ് കുമാർ PC, പ്രജീഷ്, റിൻഷ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട പെരിങ്ങത്തൂർ സ്വദേശി സവാദ് ഉൾപ്പെടെയുള്ള 7 പേരാണ് കേസിൽ പ്രതികൾ. അക്രമികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. വിദ്യാർത്ഥിയായ നാദാപുരം സ്വദേശിനിക്ക് യാത്രാ പാസ് നൽകാതെ ബസ്സിൽ നിന്ന് തള്ളിയിട്ടെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സ്വർണ്ണക്കടത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സവാദ്, പെരിങ്ങത്തൂർ, വിശ്വജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. വിശ്വജിത്തിന്റെ ഭാര്യയായ യുവതിക്ക് വിദ്യാർത്ഥി പാസ് നൽകാതെ ബസ്സിൽ നിന്ന് തള്ളിയിട്ടെന്നായിരുന്നു ആരോപണം. തുടർന്ന് ബസ്സിൽ കയറി കണ്ടക്ടറായ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനെ അക്രമി സംഘം തല്ലിച്ചതച്ചു. യുവതിയോട് പാസ് ചോദിച്ചത് മാത്രമാണ് ഉണ്ടായതെന്നാണ് ബസ് ജീവനക്കാരുടെ വിശദീകരണം. ഇത് തെളിയിക്കുന്ന ബസ്സിലെ അന്നേ ദിവസത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ജീവനക്കാർ പോലീസിന് നൽകി. 5 അംഗ സംഘമാണ് ബസ്സിൽ കയറി ആക്രമിച്ചത്. കൂടുതൽ സംഘങ്ങൾ കാറിൽ ബസ്സിനെ അനുഗമിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സവാദും വിശ്വജിത്തും TP കേസ് പ്രതികളുമായി അടുത്ത ബന്ധമുള്ളവരാണ്. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. സ്വകാര്യ ബസ് കണ്ടക്ടറെ ബസ്സിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സർവീസ് നിർത്തിവെച്ചത്. ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനെ പെരിങ്ങത്തൂരിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നു. വിദ്യാർത്ഥിനിക്ക് കൺസെഷൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ ബന്ധുക്കളടങ്ങിയ സംഘമാണ് മർദ്ദിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്തിരുന്നു. 3 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് ചൊക്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ളവർക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടറെ മർദ്ദിക്കുവാൻ ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ കേസിനെ ചാർജ് ചെയ്തിട്ടുണ്ട്. 308 വകുപ്പാണ് ചാർജ് ചെയ്തതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. 3 ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവിടെ പോലീസ് പിടിച്ചിട്ട് അവരെ എത്തിയിട്ടുണ്ട്. അവരുടെ പേരിൽ കേസ് അവരെ പേര് ഉൾപ്പെടുത്തിയില്ല. എന്താ വെച്ചാൽ അവർ തന്നെയാണോ എന്നുള്ള പരിശോധന ചെയ്യാനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പോലീസും പറഞ്ഞു നിങ്ങൾ ഈ സമരം നിർത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും സമരം നടന്നിരുന്നു. നാളത്തെ കാര്യം പിന്നെ ആലോചിച്ചുകൊണ്ട് വന്നു. പണിമുടക്കിൽ യാത്രക്കാർ ആകെ വലഞ്ഞു. സംഭവം അറിയാതെ തലശ്ശേരി നഗരത്തിലെത്തിയ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത്. ആശുപത്രി, കോടതി, ട്രഷറി, മറ്റ് അത്യാവശ്യങ്ങൾക്ക് നഗരത്തിലെത്തിയവരും ഏറെ പ്രയാസപ്പെട്ടു. തൊട്ടിൽപ്പാലം, പെരിങ്ങത്തൂർ ഭാഗങ്ങളിലെത്താൻ പലർക്കും വടകര വഴി ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ടി വന്നു. പരിയാരം ശ്രീസ്ഥയിൽ യുവതി 2 കുട്ടികളുമായി കിണറ്റിൽ ചാടി. 4ഉം 6ഉം വയസ്സുള്ള കുട്ടികളുമായാണ് യുവതി കിണറ്റിൽ ചാടിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. യുവതിയുടെയും ഒരു കുട്ടിയുടെയും നില ഗുരുതരമാണ്. വീട്ടുവളപ്പിലെ കിണറ്റിലാണ് ചാടിയത്. 2 മാസങ്ങൾക്ക് മുൻപ് യുവതി ഭർത്തൃമാതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. മാനസിക പീഡനം ആരോപിച്ചായിരുന്നു പരാതി. എന്നാൽ അത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിരുന്നു. തുടർന്ന് വീണ്ടും ഭർത്തൃവീട്ടിലേക്ക് യുവതി എത്തുകയായിരുന്നു. നിലവിൽ യുവതിയും കുട്ടികളും പരിയാരം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാനൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാനും BJP കൗൺസിലർമാരും തമ്മിൽ വാക്പോര്. പാനൂർ നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു BJP അംഗങ്ങളുടെ പ്രതിഷേധം. ഫണ്ടുകളുടെ പൂർത്തീകരണത്തിന് കൃത്യമായി ഇടപെടാൻ കൗൺസിലർമാർക്ക് സാധിക്കണമെന്നും നഗരസഭയുടെ പരാജയമായി കാണരുതെന്നും ചെയർമാൻ KP ഹാഷിം പറഞ്ഞു. ഇതോടെയാണ് ചെയർമാനും BJP അംഗങ്ങളും തമ്മിൽ വാക്പോരുണ്ടായത്. പാനൂർ നഗരസഭയിലെ എലാങ്കോട് കണ്ണമ്പള്ളി റോഡ്, പുതിയോട്ടുകണ്ടി മൊകേരി ലിമിറ്റഡ് റോഡ്, പാനൂർ ബൈപ്പാസ് റോഡ് എന്നീ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് BJP കൗൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചത്. M രത്നാകരൻ, KP സാവിത്രി, KP സുഖില എന്നിവരാണ് പ്രതിഷേധിച്ചത്. PT ഉഷ MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക പോലും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം നഷ്ടമാകുകയാണെന്നും രത്നാകരൻ കുറ്റപ്പെടുത്തി. അതേപോലെ ഇപ്പോൾ PT ഉഷയുമായി ബന്ധപ്പെട്ട ഫണ്ട് MPയുടെ ഫണ്ട് എത്ര പ്രാവശ്യം അപ്പോൾ ഇവിടുന്ന് എന്താ പറയണോ? 4-5 മാസമായി. ആദ്യം അവർ പറഞ്ഞു റേറ്റ് മാറിയിട്ട് പറഞ്ഞു റേറ്റ് മാറിയിട്ട് ചെയ്യാൻ തുടങ്ങി. ഏപ്രിൽ മാസം കഴിഞ്ഞ്, മെയ് കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞ്, ജൂലൈ കഴിഞ്ഞ്, ഇനിയും TS ആക്കി തരാൻ പറ്റുമെങ്കിൽ അത് കൗൺസിലർമാർ പ്രശ്നമാണോ? ചെയർമാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. കൗൺസിലർമാർ എല്ലാ ദിവസവും വരുന്ന കൗൺസിലറാണ് ഞാൻ. കൗൺസിലർമാരുടെ പേരിലാണോ അത് പറയുന്നത്?
അതിന് നമ്മളാണ് ഇത് എംപിന്റെ ഫണ്ടാണ്, നഗരസഭയുടെ അല്ല, സംസ്ഥാന സർക്കാരിന്റെ അല്ല. ഒരു നോമിനേറ്റ് എംപിന്റെ ഫണ്ട് അത് TSR തരാൻ പറ്റുന്നെങ്കിൽ അത് കൗൺസിലർ തരാനാണോ? കൗൺസിലർ എല്ലാവർക്കും ഇവരെ വയ്യ നടക്കാനാണോ? അത് ഓവർസിയർ തരാനാണ്. അങ്ങനെ പറ, അല്ലെങ്കിൽ ഇതിന് വിശദീകരണം നൽകുമ്പോഴാണ് ചെയർമാനും BJP അംഗങ്ങളും തമ്മിൽ വാക്പോരുണ്ടായത്. PWD റോഡായിട്ട് കൂടി ബസ് സ്റ്റാൻഡിന് മുന്നിലെ കുഴിയടച്ചത് സ്വന്തം നിലയ്ക്കാണെന്നും ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ് ഇന്റർലോക്ക് ചെയ്യുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. ബൈപ്പാസ് റോഡിന്റെ കാര്യത്തിന് നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ താഴെ നോക്കുമ്പോൾ അവിടെയുള്ള കാലാവസ്ഥക്ക് യോജിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്റർലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഒന്ന്, അടിയന്തരമായി നഗരസഭ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നിടത്ത് വലിയൊരു കുഴി ഉണ്ടായിരുന്നു. അത് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ചെയ്തു. ഈ ജംഗ്ഷനിൽ ആരാ ചെയ്തത്? എല്ലാം നഗരസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. PWD റോഡായാലും അത്തരത്തിലുള്ള റോഡുകളിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നഗരസഭ എന്താ ശ്രദ്ധിക്കാതെ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മൾ ഒന്നിച്ചു പോകണമെന്ന് ബഹുമാനപ്പെട്ട കൗൺസിലറോട് പറഞ്ഞു. ഉടൻ തന്നെ പാനൂർ ടൗണിലെ ഓട്ടോകൾക്ക് പാർക്കിംഗ് നമ്പർ പൂർത്തീകരിച്ചില്ലെങ്കിൽ ടൗണിലെ ഓട്ടോ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി BJP ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും M രത്നാകരൻ പറഞ്ഞു. പാനൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു നവീകരണവും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നഗരസഭാ ചെയർമാൻ KP ഹാഷിം. സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും ഫണ്ടുണ്ടെങ്കിലും ആശുപത്രി ആസ്തി സംബന്ധിച്ച വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ ചിലവഴിക്കാനാവാത്ത അവസ്ഥയാണ്. കാലവർഷത്തിൽ ആശുപത്രി കെട്ടിടം ചോർന്നൊലിച്ചപ്പോൾ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്നും ഹാഷിം പറഞ്ഞു. പാനൂർ താലൂക്ക് ആശുപത്രിക്കായി നഗരസഭ ഒന്നും ചെയ്യുന്നില്ലെന്ന പ്രചരണം തെറ്റാണ്. ആശുപത്രി ആസ്തി സംബന്ധിച്ച വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ നഗരസഭയുടെ ഫണ്ടും സർക്കാർ ഫണ്ടും വിനിയോഗിക്കാനാവാത്ത സ്ഥിതിയാണ്. ഇക്കാര്യത്തിൽ സർക്കാരും ഇടപെടുന്നില്ല. കാര്യങ്ങൾ അറിയാതെയല്ല വിമർശനം. ഈയിടെ കാലവർഷത്തിൽ ആശുപത്രിയുടെ മേൽക്കൂരയിലെ ഷീറ്റ് തകർന്നപ്പോൾ കയ്യിൽ നിന്നും 19,000 രൂപ മുടക്കിയാണ് മാറ്റിയത്. വെള്ളം കെട്ടുനിൽക്കുന്ന കാര്യങ്ങൾ ഒക്കെ വന്നപ്പോ അവിടെ നിന്ന് വിളിച്ചു. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കാതെ വന്നു. പക്ഷേ ഒരുപാട് രോഗികൾക്ക് സ്ഥലമാണ്. ഒരുപാട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശാ കേന്ദ്രമാണ്, ആശ്രയ കേന്ദ്രമാണ് പാനൂർ താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചോർന്നിരിക്കുന്ന ഒരു കെട്ടിടം വന്നപ്പോ പുറത്ത് നിങ്ങൾ നഗരസഭ ഒന്നും ചെയ്യുന്നില്ല എന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള സമര പരിപാടികളൊക്കെ നടക്കുന്നു. ചെയർമാൻ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കിയതാണിത്. എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. സ്വന്തം കയ്യിൽ നിന്ന് ചെയർമാൻ എടുത്ത് അതിന്റെ ഷീറ്റ് മാറ്റി അതിന്റെ ബില്ലാണ്. അടിയന്തരമായി ചെയ്യാൻ വേണ്ടി ആളെ ചുമതലപ്പെടുത്തി അവിടെയുള്ള ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ഒരു ജീവനക്കാരനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യിപ്പിച്ചു. ഷീറ്റ് മാറ്റി അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ചെയർമാൻ ചെലവഴിച്ച സ്വന്തം കയ്യിൽ നിന്ന് വ്യക്തിപരമായി എന്റെ കടബാധ്യതയിൽ വന്നിരിക്കണം 19,000 രൂപ. എത്ര പേര് അറിയുന്നില്ല. അതിന്റെ മുന്നിൽ വഹിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ആശുപത്രി കെട്ടിടം പെയിന്റ് ചെയ്തിട്ട് വർഷങ്ങളായി. ചുമരിപ്പോൾ നാശോന്മുഖമാണ്. പെയിന്റ് ചെയ്യാൻ 1 ലക്ഷത്തിലധികം രൂപ ചിലവ് വരും. സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രി എന്ന നിലയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും ഇക്കാര്യങ്ങളൊന്നും പുറത്തറിയില്ലെന്നും ഹാഷിം വികാരഭരിതനായി പറഞ്ഞു. വളരെ വൃത്തികരമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അയച്ചു. നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പെയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ശനി ഞാൻ ദിവസങ്ങൾ കൊണ്ട് അത് പെയിന്റ് ചെയ്യണം. അത് ചെയർമാൻ വ്യക്തിപരമായി കടബാധ്യതകൾ വരുന്ന രീതിയിലേക്കാണ്. ഇത് നിരന്തരമായി അവിടുത്തെ HMC കൗൺസിലിൽ വരുമ്പോ ആ വിഷയങ്ങളെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന രീതിയിലാണ് അജണ്ട വെച്ചിരിക്കുന്നത്. നമുക്ക് സർക്കാരിനോട് അടിയന്തരമായി പറയാൻ കഴിയണം. ഈ ആസ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു തീരുമാനം എടുത്തു തരണം. നിലവിൽ സർക്കാരിന്റെ ഫണ്ടുകളായാലും നഗരസഭയുടെ ഫണ്ടുകളായാലും ചെലവഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തതിന് ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഐക്യകണ്ഠന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ്
വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്.
തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാ സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റേതല്ലാത്ത റോഡുകളുടെ കുഴികളുടെ ചിത്രങ്ങളെടുത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ റോഡുകൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ഇതിൽ ആത്മപരിശോധന നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുളിക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകളിലെ നിർമ്മാണവും പരിപാലനവും സംബന്ധിച്ച് പൊതുജനത്തിന് ഓഡിറ്റ് ചെയ്യാൻ പാകത്തിൽ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. പൊതുമരാമത്തിന് കീഴിലുള്ള 30,000 കിലോമീറ്റർ റോഡുകളിൽ 24,000 കിലോമീറ്റർ റോഡുകൾ പൊതുജനത്തിന് ഓഡിറ്റ് ചെയ്യാൻ പാകത്തിൽ പരിപാലന ബോർഡുകൾ സ്ഥാപിച്ചു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റേതല്ലാത്ത റോഡുകളിലെ കുഴികളുടെ ചിത്രങ്ങൾ എടുത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും റോഡുകൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ഇതിൽ ആത്മപരിശോധന നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇപ്പോൾ കുഴികളുടെ ചിത്രങ്ങൾ പല മാധ്യമങ്ങളും ഫോട്ടോ എടുത്തിടുന്നുണ്ട്. നല്ല കാര്യം, അതിലൊന്നും തെറ്റാരും പറയുന്നത്. അതിൽ ഗ്രാമീണ റോഡ് ഉൾപ്പെടെയുണ്ട്, ദേശീയപാത റോഡ് ഉൾപ്പെടെയുണ്ട്, പൊതുമരാമത്തുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകൾ ഉൾപ്പെടെയുണ്ട്. അതിലാരും പരാതി പറയുന്നില്ല. എന്നാൽ ഈ വന്ന മാറ്റം, ഈ റണ്ണിംഗ് കോൺട്രാക്റ്റും ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡും ഈ പച്ച ബോർഡും ഈ നീല ബോർഡും കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാക്കിയ മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല എന്ന ഒരു ആത്മപരിശോധന പൊതുവെ നടത്തേണ്ടതാണ്. മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം. മഴക്കാലത്തും റോഡ് നിർമ്മിക്കാനും കനത്ത മഴ പെയ്യുമ്പോഴും റോഡ് പരിപാലിക്കാനും സാധ്യമാകുന്ന പുതിയ പഠനങ്ങളിലൂടെയുള്ള കണ്ടെത്തലുകൾ വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാനാകില്ല. ഡ്രെയിനേജ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. സുതാര്യത നമുക്ക് ഇനിയും ഉറപ്പുവരുത്താനാകണം. അങ്ങനെ കേരളത്തിൻ്റെ മഴക്കാല ഘട്ടങ്ങളിലെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയ കാലയളവാണ് ഈ കാലയളവ്. ഗവേഷണ വിദഗ്ധർ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ, സുതാര്യത ഉറപ്പുവരുത്തൽ, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള ബോധം സൃഷ്ടിക്കൽ, ഇതിലൂടെയൊക്കെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് പൊതുവെ നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുന്നത്. അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന വീതി കുറഞ്ഞ പഴയ പാലത്തിന് സമാന്തരമായി വീതി കൂടിയ പുതിയ കൂളിക്കടവ് പാലം 6,40,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. പാലത്തിന് 20 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 19.6 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും ഉൾപ്പെടെ 80.4 മീറ്റർ നീളമാണുള്ളത്. ഇരുഭാഗങ്ങളിലും 1.2 മീറ്റർ വീതിയിൽ നടപ്പാതയുൾപ്പെടെ ആകെ 10.4 മീറ്റർ വീതിയുണ്ട്. പാലത്തിൻ്റെ 2 ഭാഗങ്ങളിലും റോഡ് മെക്കാഡൻ ടാറിംഗ് നടത്തി ബലപ്പെടുത്തി. ചടങ്ങിൽ KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ N ഷാജിത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ എന്നിവർ മുഖ്യാതിഥികളായി. പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ടീച്ചർ, ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രതീഷ്, മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ O പ്രീത, മട്ടന്നൂർ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ P അനിത, നഗരസഭാ വികസനകാര്യ ചെയർമാൻ P ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. കാത്തിരിപ്പിന് വിരാമം. കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വട്ടോളിപ്പാലവും നവീകരിച്ച റോഡും മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതിനെ തുടർന്ന് ഗതാഗത യോഗ്യമായിരുന്നില്ല.
ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വട്ടോളിപ്പുഴയ്ക്ക് കുറുകെ 5 വർഷം മുൻപ് പാലം നിർമ്മിച്ചിരുന്നുവെങ്കിലും പാലത്തിലേക്കുള്ള അനുബന്ധ റോഡ് നിർമ്മാണം സാങ്കേതിക കുരുക്കിൽപ്പെട്ടതോടെയാണ് പാലം ഉപയോഗിക്കാൻ പറ്റാതെയായത്. ഡിസൈനിങ്ങിൽ ഉണ്ടായ അപാകതയാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമായത്. കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ തയ്യാറാക്കിയ പുതുക്കിയ രൂപരേഖ പ്രകാരം ബോക്സ് കൾവേർട്ടർ സ്ഥാപിച്ച് അടിപ്പാത സംവിധാനം ഒരുക്കിയാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതിയ പാലത്തിന്റെയും നവീകരിച്ച ചിറ്റാരിപ്പറമ്പ് വട്ടോളി കൊയ്യാറ്റിൽ റോഡിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ദേശീയപാത അതോറിറ്റി ടെൻഡർ വിളിച്ച് ആ ടെൻഡർ സ്വീകരിക്കുന്ന കരാർ കമ്പനികൾക്കാണ്. ചില കരാർ കമ്പനികൾ ചില സ്ട്രെച്ചിൽ ഉഴപ്പി അതിന്റെ പ്രശ്നങ്ങളുണ്ടായി. അത് സംസ്ഥാന സർക്കാർ യഥാസമയം ചൂണ്ടിക്കാട്ടിയതാണ്. ചിലത് പരിഹരിച്ചു, ചിലത് പരിഹരിച്ചില്ല. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ദില്ലിയിൽ പോയി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണ്ടതുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേക മുഖ്യമന്ത്രി തന്നെ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ആ യോഗത്തിൽ ഞങ്ങളുടെ പ്രസന്റേഷൻ അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അത് പൊതുവെ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ചില കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നു. എന്നാലും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. മഴക്കാലമായതുകൊണ്ട് രൂക്ഷമാവുന്നു. അത് പരിഹരിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം ദേശീയപാത വരണം എന്ന് നാട് ആഗ്രഹിക്കുന്നു. വട്ടോളിപ്പുഴയ്ക്ക് കുറുകെ നിലവിലുണ്ടായിരുന്ന വീതി കുറഞ്ഞ പാലത്തിന് പകരമായാണ് പുതിയ പാലം നിർമ്മിച്ചത്. പുതിയ പാലത്തിന് 78.9 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് ബോക്സ് കൾവർട്ടറും മെക്കാഡം ടാറിങ്ങോടുകൂടിയ അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച പാലത്തിന്റെ ചെലവ് 8.6 കോടി രൂപയാണ്. 3.75 കോടി രൂപ ചെലവഴിച്ചാണ് ചിറ്റാരിപ്പറമ്പ് വട്ടോളി കൊയ്യാറ്റിൽ റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. പാലവും റോഡ് നവീകരണവും പൂർത്തിയായതോടെ ചിറ്റാരിപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ വിമാനത്താവളം, മട്ടന്നൂർ, മാലൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാകും. KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷയായി. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ബാലൻ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV സുരേന്ദ്രൻ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ചന്ദ്രൻ, വാർഡ് അംഗം ലീഷ്മ സന്തോഷ്, KRFC അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃപ്പങ്ങോട്ടൂർ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃപ്പങ്ങോട്ടൂർ, കുന്നോത്തുപറമ്പ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചാനയിക്കുകയായിരുന്നു. വീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് വീതി കൂടിയ പുതിയ പാലം നിർമ്മിച്ചാണ് പത്തായക്കല്ല് പാലം യാഥാർത്ഥ്യമാക്കിയത്. പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമാവുകയും ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയുമായിരുന്നു. 2.28 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിച്ചത്. 21.20 മീറ്റർ നീളമുള്ളതും ഇരുഭാഗങ്ങളിലും 1.50 മീറ്റർ വീതിയിൽ നടപ്പാത ഉൾപ്പെടെ ആകെ 11 മീറ്റർ വീതിയുണ്ട്. പാലത്തിന്റെ അടിത്തറയ്ക്ക് പൈൽ ഫൗണ്ടേഷനാണ് നൽകിയത്. പാലത്തിന്റെ ഇരുവശത്തും 100 മീറ്റർ നീളത്തിൽ അനുബന്ധ റോഡുകളും കൂടാതെ ആവശ്യമായ ഇടങ്ങളിൽ കോൺക്രീറ്റ് പാർശ്വഭിത്തിയും ഡ്രൈനേജും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മാസത്തെ
പൂർത്തീകരണ കാലാവധിയോടെ പ്രവൃത്തി ഏറ്റെടുക്കുകയും 2023 ജൂണിൽ പ്രവൃത്തി സ്ഥലം കരാറുകാരന് കൈമാറുകയും തുടർന്ന് 2025 ജനുവരിയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ലോകോത്തര നിലവാരമുള്ള പൊതുമരാമത്ത് റോഡുകളുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. BMBC റോഡുകൾ തന്നെ അധിക ചെലവ് നൽകി സർക്കാർ നിർമ്മിക്കുന്നതിനാൽ മഴയെ അതിജീവിച്ച് 8 വർഷത്തോളം നിലനിൽക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. 4 വർഷവും 1 മാസവും കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം അത് 60% മാറി. ഇതുപോലെ പോയാൽ സമീപ ഭാവിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 100% BMNBC ആക്കി മാറ്റി തീർക്കും. ആ സംസ്ഥാനത്തിന്റെ പേര് അഭിമാനത്തോടെ നമുക്ക് പറയാനാകും കേരളം എന്നുള്ളതാണ് എന്നാണ്. മഴ നമ്മുടെ 12 മാസത്തിൽ ഭൂരിപക്ഷം മാസങ്ങളെയും വലിയ നിലയിൽ നേരിടുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ നിർമ്മാണമോ റോഡിന്റെ പരിപാലനമോ നടത്താൻ സാധ്യമാകുന്ന ഒരു കണ്ടുപിടുത്തം ഇന്ന് ലോകത്ത് ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കി നമ്മുടെ പശ്ചാത്തല വികസനത്തെ ശരിയായ പാതയിൽ കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ മോഹനേട്ടന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിനിയും നമുക്ക് ശക്തിപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ക്രിയാത്മകമായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. KP മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിന് 3.57 കോടി രൂപയുടെ കൂടി ഭരണാനുമതി ലഭിച്ചതായും 10 കോടി രൂപയുടെ ആദ്യഘട്ട പ്രവൃത്തി സെപ്റ്റംബറിൽ ആരംഭിക്കാനാകുമെന്നും KP മോഹനൻ MLA അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കണ്ണൂർ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ഉമാവതി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ C ബിനോയ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ രേരോത്ത്, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഷൈറീന, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമൽ ബാലൻ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ലത, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് അംഗം AK ഭാസ്കരൻ, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് അംഗം AP നാണു, T സായന്ത്, AP ഭാസ്കരൻ മാസ്റ്റർ, KV അഹമ്മദ്, PP പവിത്രൻ, സജീവൻ യദുകുലം, K മുകുന്ദൻ മാസ്റ്റർ, KT രാകേഷ്, പാഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള NGO യൂണിയൻ തലശ്ശേരി മേഖലയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NGO സംസ്ഥാന കമ്മിറ്റി അംഗം S കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളിയാവുക, PFRD നിയമം പിൻവലിക്കുക, NPS, UPS പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. തലശ്ശേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന മാർച്ച് NGO സംസ്ഥാന കമ്മിറ്റി അംഗം S കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. നിലപാടുകളുമായി വരുന്നു, അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ആ അർത്ഥത്തിൽ സിവിൽ സർവീസിനെ ആകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്താകെ 1970 ആരംഭിച്ചിട്ടുള്ള ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ള 1990 ശേഷം ആരംഭിച്ചിട്ടുള്ള ലിബറൽ നയങ്ങളുടെ ഭാഗമായി ഇവിടെയും ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്നും സർക്കാരിന്റെ പണിയല്ല, ഇതെല്ലാം സ്വകാര്യ മേഖല ചെയ്തോളും, സർക്കാർ വെറും പൂർത്തിയായി മാത്രം നിന്നാൽ മതി എന്ന രീതിയിലേക്കുള്ള അവകാശവാദങ്ങളുമായി ഭരണാധികാരികൾ രംഗത്ത് വരികയാണ്. അവിടെയാണ് സിവിൽ സർവീസ് സമൂഹം തിരിച്ചറിയേണ്ടത്. നോക്കുക, ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സിവിൽ സർവീസിന് നിലനിൽപ്പുള്ളൂ. ഈ വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവീസിന് ഒരു പണിയുമില്ല. സിവിൽ സർവീസ് ഈ രീതിയിൽ പോകേണ്ടതില്ല. അതാണ് രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NDA ഗവൺമെന്റിന്റെ കാലത്തും UPA ഗവൺമെന്റ് കാലത്തുമെല്ലാം അവരുടെ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി ഇതെല്ലാം കമ്പോളത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് സിവിൽ സർവീസിനെ ഡൗൺ സൈസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും PSCക്ക് പഠിക്കുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്നു ഇന്ത്യൻ റെയിൽവേ. ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥിതി എന്താ നോക്കുക? എല്ലാ മേഖലയും സ്വകാര്യ മേഖലയിലേക്ക് പോയി. സ്വകാര്യ ട്രെയിൻ വരെ ഇപ്പോ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ടിക്കറ്റ് കൗണ്ടറുകളായിരുന്നു സ്വകാര്യ മേഖലയിലേക്ക് കൊടുത്തത്, പിന്നീട് എന്താ പറയാ കാറ്ററിംഗ് സംവിധാനം സ്വകാര്യ മേഖലയിലേക്ക് പോയി, പിന്നീട് റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യ മേഖലയിലേക്ക് പോയി, ഇപ്പോൾ സ്വകാര്യ ട്രെയിനുകൾ തന്നെ കൊടുക്കുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് PP അജിത് കുമാർ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV പ്രജീഷ് സംസാരിച്ചു.
ഈസ്റ്റ് പള്ളൂരിലെ ഹെൽത്ത് സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം നാടിന് സമർപ്പിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് പള്ളൂരിലെ ഹെൽത്ത് സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടത്തിലേക്ക് മാറി. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ ഉദ്ഘാടനം രമേശ് പറമ്പത്ത് MLA നിർവഹിച്ചു. ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് മിക്ക വാർഡുകളിലും ഈ സബ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോഴേ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ 14-ാം വാർഡ് മൂലക്കടവിലെയും 13-ഉം ചേർത്തുകൊണ്ട് പന്തക്കലെ ഹോസ്പിറ്റൽ അവർക്ക് ഉപയോഗപ്രദമാകാൻ സാധ്യമാകും. 12-ാം വാർഡിലെ ആളുകൾക്കും 11-ാം വാർഡിലെ ആളുകൾക്കും പള്ളൂർ ആശുപത്രി ഉപയോഗപ്പെടുത്താൻ സാധ്യമാകും. അപ്പോൾ വളരെ പ്രാഥമികമായ മൈനറായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഈ സബ് സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ മുമ്പ് തന്നെ ഈ സബ് സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും ഗവൺമെന്റിന് അത് വളരെയധികം വിപുലപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പള്ളൂർ മേഖലയെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ചെമ്പ്രയിൽ ഒരു സബ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചാലക്കരയിൽ ഒരു സബ് സെന്റർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ 9-ാം വാർഡിലും 10-ാം വാർഡിലും 10-ാം വാർഡിൽ തനിയായ ഒരു സബ് സെന്റർ പള്ളൂർ ആശുപത്രിക്ക് പുറമെ, അതേപോലെ തന്നെ പള്ളൂർ ആശുപത്രിക്ക് പുറമെ ഒരു സബ് സെന്റർ ഈ 9-ാം വാർഡിലും പ്രവർത്തിക്കുന്നുണ്ട്. മാഹി മേഖലയിലെ മൊത്തം ജനങ്ങൾക്ക് വളരെ അടുത്തായത് കാരണം മാഹി ആശുപത്രിയെയും അവർക്ക് സമീപിക്കാം. അപ്പോൾ ആരോഗ്യരംഗത്ത് എല്ലാ തരത്തിലുള്ള പരിരക്ഷ കൊടുക്കുക എന്ന രീതിയിൽ ഗവൺമെന്റും ജനപ്രതിനിധികളും ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ അധ്യക്ഷനായി. മാഹി ഹെൽത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AP ഇസാഖ് സംസാരിച്ചു. പള്ളൂർ മെഡിക്കൽ ഓഫീസ് ഇൻചാർജ് ഡോക്ടർ CH രാജീവൻ സ്വാഗതവും സബ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സർഗാവാസൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കാവുംഭാഗം സൗത്ത് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനത്തിന്റെ സമാപനം വെള്ളിയാഴ്ച നടക്കും. ഇളയിടത്ത് മുക്കുകുളത്തിൽ സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനവും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നീന്തൽ പ്രദർശനവും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ സിന്ധു ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1/8/2025 നടക്കുകയാണ്. അപ്പൊ അത് ഇളയിടത്ത് മുക്കുള്ള ഒരു പൊതുകുളത്തിൽ വെച്ചിട്ടാണ് ആ സമാപനം നടക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിന്ധു ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ മുഖ്യാതിഥിയായിട്ട് വരുന്നത് ശ്രീ രാജീവൻ കെ. അദ്ദേഹം ഫയർ ആൻഡ് റെസ്ക്യൂ തലശ്ശേരി സ്റ്റേഷൻ ഓഫീസറാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നീന്തൽ പ്രദർശനവും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ സിന്ധു ഉദ്ഘാടനം ചെയ്യും. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കെ രാജീവൻ മുഖ്യാതിഥിയാവും. 18 വർഷങ്ങളുടെ പിൻചരിത്രമുള്ള കാവുംഭാഗം സ്കൂളിൽ പഠിക്കാൻ ഒരു കുട്ടിയും എത്താത്തതിനെ തുടർന്ന് 10 വർഷം മുൻപ് അടച്ചുപൂട്ടലിന്റെ അരികിലെത്തിയിരുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമങ്ങളെ തുടർന്നാണ് സ്കൂളിൽ ഇപ്പോൾ 184 വിദ്യാർത്ഥികൾ ഉള്ളത്. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന സ്കൂളിലെ 7ാം തരത്തിൽ പഠിക്കുന്ന 30 കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത്. ക്ലാസ് സമയത്തിന് ശേഷമാണ് അധ്യാപകരായ ധന്യേഷ്, അശ്വിൻ എന്നിവർ കുട്ടികളെ നീന്തൽ പരിശീലനം നടത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വളരെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിൽ ഒരു കുട്ടി പോലും 1ാം ക്ലാസ്സിൽ ചേരാനില്ലാതെ സ്കൂള് പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആ സമയത്ത് ഒരു അന്യസംസ്ഥാന കുട്ടിയെ ചേർത്ത് സ്കൂളിനെ നിലനിർത്തി. പിന്നീട് അവിടെ മാനേജ്മെന്റും അതുപോലെ തന്നെ PTA, അധ്യാപകര് എല്ലാവരും കൂട്ടായ ശ്രമത്തിന്റെ ഫലമായിട്ട് സ്കൂള് മികവിന്റെ ഒരു പര്യായമായി മാറുന്ന ഒരു അവസ്ഥയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപിക EM രാഗിണി, PTA പ്രസിഡന്റ് മേരി ഹിമ, SRG കൺവീനർ TV ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചൊക്ലി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജിതിൻ അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചു. മാടപ്പിടിക പഴയ KSEB ഓഫീസ് ഹാളിലാണ് പരിപാടി നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനവും കുടുംബസഹായ ഫണ്ട് വിതരണവും മാഹി MLA രമേശ് പറമ്പത്ത് നിർവഹിച്ചു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ഈ വേർപാടിൽ അസോസിയേഷന്റെ മുഴുവൻ ഭാരവാഹികളും ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദന അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ സഹായിക്കുക എന്ന ഏറ്റവും അമൂല്യമായ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 10 ലക്ഷത്തോളം രൂപ ഇന്നത്തെ അവരുടെ ഇതിന്റെ കുടുംബത്തിന് കൈമാറുകയാണ്. വാസ്തവത്തിൽ ഒരു സഹപ്രവർത്തനമുള്ള അനുഭൂതി, അതിനപ്പുറത്ത് ഒരു കൂട്ടായ്മ, അതിൻ്റെ അപ്പുറത്ത് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ശക്തമായ ഒരു പ്രവർത്തനം, ഒരു കൂട്ടായ്മ, അതാണ് ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരെ സഹായിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് പ്രതീഷ് പ്രാസ് അധ്യക്ഷനായി. സ്റ്റേറ്റ് വെൽഫെയർ ഫണ്ട് ചെയർമാൻ PT രജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. അതുകൂടാതെ തന്നെ ഇന്ന് ഏറ്റവും സക്രിയമായ ഒരു സേവനം ചെയ്യുന്ന സംഘടന നടത്തുക. തർക്കലയുടെ ആ ചടങ്ങിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് സാറിനും അതുപോലെ തന്നെ സാരമണി സാറിന്റെ ഓർമ്മകൾക്കായി 2 ഭവന പദ്ധതി ഇന്ന് സമൂഹത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട്, മേഖലാ ഇൻചാർജ് PB അനിൽകുമാർ, രജിത്, രാകേഷ് പാലക്കൂൽ എന്നിവർ സംസാരിച്ചു. ശ്രീജിത്ത് വർണ്ണന സ്വാഗതവും വിജേഷ് അവിജാസ് നന്ദിയും പറഞ്ഞു. മൊകേരിയിലെ പ്രമുഖ തറവാടായ നാമത്ത് പൊന്നൻ തറവാട് കുടുംബത്തിന്റെ സൗഹൃദ സംഗമവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. പുതിയ കമ്മിറ്റിയും നിലവിൽ വന്നു. നാസർ കുരാറ ചെയർമാനും മഹറൂഫ് പോദിയാൽ ജനറൽ കൺവീനറും ഷബ്ന അലി ട്രഷററും ആയിട്ടുള്ള 53 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. മഹറൂഫ് പോദിയാൽ അധ്യക്ഷനായി.
നാസർ കുരാറ, മുസ്തഫ കമാൽ, MB യൂസഫ്, ഇസ്മായിൽ, VP സമീഹ, മഹമ്മൂദ് ബരിയയിൽ, N മുഹമ്മദ്, ഹംസ, സിദ്ദീഖ് മാസ്റ്റർ, സുലൈമാൻ സഫ എന്നിവർ സംസാരിച്ചു. ഒരു തസ്ബീഹ് എങ്ങനെയാണോ തസ്ബീഹയുടെ മുത്തുമണികൾ അതുപോലെ കോർത്തിണക്കണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ നമ്മുടെ വേദിയിലുള്ള സുലൈമാന്റെ അടക്കം അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കുടുംബ സംഗമം വെച്ചോളൂ, നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന്. ആ കല്യാണം അവിടെ കഴിഞ്ഞു. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ഞാനും മറന്നു, മാരഫും മറന്നു. പിന്നീട് ഒരിക്കൽ വേറെ എവിടുന്നോ കണ്ടപ്പോൾ ഒന്നും കൂടി എന്നെ ഓർമ്മിപ്പിച്ച അടിസ്ഥാനത്തിൽ ഞാനത് ശരിക്കൊന്ന് മുഖവിലക്കെടുത്തു. ഷബ്ന അലി ചടങ്ങിന് നന്ദി പറഞ്ഞു. റഹീസ് തലശ്ശേരി പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. ഗഫൂർ കല്ലറക്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പൂക്കോത്തെ പ്രമുഖ തറവാടായ വൈക്കിലേരി കുടുംബസംഗമം താവഴി 2025 പൂക്കോത്ത് നടന്നു. നിയമസഭാ സ്പീക്കർ N ഷംസീർ മുഖ്യാതിഥിയായി. കുടുംബത്തിലെ 500-ലധികം പേർ സംഗമത്തിൽ ഒത്തുചേർന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ മുഖ്യാതിഥിയായി. വടക്കേ മലബാറിലെ 400-ലധികം വർഷം പഴക്കമുള്ള അതിപുരാതനമായ മുസ്ലിം തറവാടാണ് വൈക്കിലേരി. ചാലക്കര, കൂത്തുപറമ്പ്, കുറ്റിപ്പുറം, കതിരൂർ, ചുണ്ടങ്ങാപ്പൊയിൽ, വടകര തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പരമ്പരയാണ് വൈക്കിലേരി. കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഫ്ളാഗ് ഓഫ് നടന്നു. ഫാമിലി ട്രീ ഡിസ്പ്ലേ, സിഗ്നേച്ചർ ക്യാൻവാസ് ലോഞ്ച്, ബി-ടോക്ക് പ്രസന്റേഷൻ തുടങ്ങി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖുർആൻ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ബി-ടോക്ക് പ്രസന്റേഷൻ സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ RM റഹീസ് നിർവഹിച്ചു. വിജയി കൂടിയാണ് മുഹമ്മദ്. ആ ഒരു കംഫർട്ട്നെസ് ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ, ചെറിയ രീതിയിലെങ്കിലും സംസാരിക്കാൻ, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കംഫർട്ട് സോൺ ഭേദിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങളെ തന്നെ നിങ്ങളുടെ കംഫർട്ട് സോണുകളിൽ ഭേദിച്ചാൽ മാത്രമേ നിങ്ങൾ എവിടെയെങ്കിലും എത്തുകയുള്ളൂ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് വിത്തുകളുണ്ട്. നമുക്കറിയാം, മൃഗങ്ങൾ, ഇതുവരെ വെള്ളം കാണാത്ത മൃഗങ്ങൾ നിങ്ങളൊരു കുളത്തിൽ പിടിച്ചിട്ടാൽ അത് എങ്ങനെയെങ്കിലും നീന്തിയിട്ട് പോകും. കാരണം എന്താണെന്നറിയോ? അതിന് ട്രെയിൻഡ് ആണ്. അല്ലാഹു തആല ആ മൃഗത്തെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രാണ യോഗ ആൻഡ് വെൽനസ് സെന്റർ ഇല്ലത്ത് താഴെ സർവീസ് റോഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തലശ്ശേരി ഇല്ലത്ത് താഴ സർവീസ് റോഡിന് സമീപമാണ് പ്രാണ യോഗ ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വെയ്റ്റ് മാനേജ്മെന്റ്, ഡയബറ്റിക്സ്, സ്ട്രെസ് മാനേജ്മെന്റ്, റെഡ്യൂസ് ആങ്സൈറ്റി, ബോഡി ആൻഡ് മൈൻഡ് ബാലൻസ് തുടങ്ങിയ പരിശീലനങ്ങൾ ഇവിടെ ലഭ്യമാണ്. CM വിശ്വനാഥൻ, പ്രശാന്ത് കുമാർ, KC ബാബു, പങ്കജാക്ഷൻ മാസ്റ്റർ, പ്രദീപ് കുമാർ, ദേവനന്ദ നമ്പ്യാർ, അഡ്വക്കേറ്റ് നിർമ്മല ദേവി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. KC ബാബു, പങ്കജാക്ഷൻ മാസ്റ്റർ, പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് നിർമ്മല ദേവി, സിബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. രീതികളൊക്കെ ഉപയോഗിച്ചിട്ട് രാസവസ്തുക്കൾ ചേർത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതികളാണ് ഇന്ന് പല മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരീരത്തിന് താൽക്കാലികമായി അസുഖം മാറുമെങ്കിലും പിന്നീടത് ശരീരത്തെ മറ്റു രീതിയിൽ കവർന്നു നിന്ന ഒരു സ്ഥിതിവിശേഷവും അതോടൊപ്പം തന്നെ ഭാരിച്ച ചെലവ് വരുന്ന ഒരു ആരോഗ്യ പരിപാലന രീതിയുമാണ് ഇന്ന് നാട്ടിലുള്ളത്. അപ്പോൾ മിക്കവാറും ആളുകൾ ആശ്രയിക്കുന്നത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസുകളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ചേർന്നുകൊണ്ട് പരമാവധി പൈസ ഇൻഷുറൻസുകാർ വാങ്ങുകയും ആ പണം ഉപയോഗിച്ച് രോഗം ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും ഈ യോഗയിലൂടെ ഞാൻ നേരത്തെ നോട്ടീസിൽ വായിച്ചു, പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം, ഞാനും അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ്. സ്വാഭാവികമായും ഈ ഡയബറ്റീസിന് തന്നെ ധാരാളം മരുന്നുകൾ ഇപ്പോൾ വിപണിയിലും മെഡിക്കൽ ഷോപ്പുകളിലും പോയാൽ ഒട്ടനേകം തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടർമാർ പറയുന്നു.
ആ മരുന്നുകളൊക്കെ വാങ്ങിയ ആളുകൾ മിക്കവാറും ഇപ്പോൾ ഒരു പ്രമേഹ രോഗികളായി മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്കറിയാം, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അനുദിനം ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ദൈനംദിനമായ ഭക്ഷ്യക്രമങ്ങളിലൂടെ നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില അപാകതകൾ കൊണ്ടാവാം, ചിലപ്പോൾ ഉറക്കക്കുറവ് കൊണ്ടാവാം, ഇന്നത്തെ തിരക്കുകൾ കൊണ്ട് ഉറക്കമില്ലായ്മ കൊണ്ടാവാം. അതുകൊണ്ടൊക്കെ നമ്മുടെ ശാരീരികമായ ക്ഷമതയെ പലതും ബാധിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏക പരിഹാരം ഏതൊന്നുണ്ടോ ആ പരിഹാരമാണ് നമ്മുടെ ശാരീരിക വ്യായാമക്രമങ്ങൾ നേരെ ചൊവ്വേ ബന്ധിപ്പിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ മാനുഷികമായ മൂല്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള യോഗയിലൂടെ ഒരു പരിക്രമണ സംവിധാനം. യോഗയും കൂടിയാണ്. ഓരോ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക യോഗ തെറാപ്പി ഉണ്ട്. അതുകൂടാതെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഒരു രോഗം ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വിഷമിക്കും, അപ്സെറ്റ് ആവും. അപ്പോൾ അതിനെല്ലാം യോഗ ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. ഡെയിലി ചെയ്താൽ അത്രയും നല്ലത്. കാരണം എനിക്കത് അനുഭവമാണ്. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും പെട്ടെന്ന് തളരാതിരിക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് ചേരുക. ഇതൊരു നല്ല കോഴ്സാണ്. ഞാനിപ്പോൾ ഡെവലപ്പായിട്ട് പറയുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തക്കലിൽ വീട്ടിൽ ജോലിക്ക് നിന്ന ഹോം നഴ്സിന്റെ സഹായത്തോടെ 25 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം നഴ്സ് അടക്കം മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. പിടികൂടിയത് ഹോം നഴ്സായി ജോലി ചെയ്ത ഷൈനി, ഭർത്താവ് ചേട്ടൻ ബാവ എന്ന പി ദിലീപ്, സഹോദരൻ അനിയൻ ബാവ എന്ന പി ദിനേശ് എന്നിവരെ. പെരിങ്ങത്തൂരിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘം. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട പെരിങ്ങത്തൂർ സ്വദേശി സവാദ് ഉൾപ്പെടെയുള്ള 7 പേരാണ് കേസിൽ പ്രതികൾ. പാനൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാനും BJP കൌൺസിലർമാരും തമ്മിൽ വാക്പോര്. പാനൂർ നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു BJP അംഗങ്ങളുടെ പ്രതിഷേധം. പരിയാരം ശ്രീസ്ഥയിൽ യുവതി 2 കുട്ടികളുമായി കിണറ്റിൽ ചാടി. 4ഉം 6ഉം വയസ്സുള്ള കുട്ടികളുമായാണ് യുവതി കിണറ്റിൽ ചാടിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.